അപ്പോൾ നിങ്ങളൊരു ആക്ച്വലി ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിവാർഡും അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക വാല്യൂ ഫോർ മണി ആയിട്ടുള്ള അതിൻ്റെ ചാർജുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഫ്യൂൽ കാർഡ് നമുക്ക് നോക്കിയാലോ. അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്യൂൽ കാർഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി പുതിയതായിട്ട് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കൂടി ടൈപ്പ് ചെയ്ത് ഇറക്കിയിട്ടുള്ള അതായത് HPCL BOB എനർജി ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡിൻ്റെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ ഓൾറെഡി നമ്മുടെ ICICI ബാങ്കിൻ്റെയും അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡുകളുണ്ട് ഈ റീസെൻറ്റ് ടൈം വരെ. പക്ഷേ ഈ പുതിയ നമ്മുടെ BOB കാർഡിൻ്റെ ഇറങ്ങിയപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ എനർജി അതായത് HPCL BOB എനർജി ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഇതിൻ്റെ റിവാർഡ് സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു നല്ലൊരു ബെനിഫിറ്റ് തരുന്ന ഒരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് തന്നെയാണെന്ന് പറയാം. ആക്ച്വലി ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ആനുവൽ ചാർജും ജോയിനിങ് ചാർജിനെ കുറിച്ചും പറയാം. ജോയിനിങ് ചാർജ് വരുന്നത് 499 രൂപ പ്ലസ് GST ആണ്. അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് 499 രൂപ പ്ലസ് GST ആണ്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആനുവലി 50,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ജോയിൻ ഫീയുടെ കാര്യം പറയാൻ നമുക്ക് അതിൻ്റെ വേറൊരു സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി 50,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും നമ്മൾ 50,000 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 50,000 എന്ന് പറയുമ്പോൾ വലിയ അത്ര എമൗണ്ട് ആയിട്ട് വരില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 12 മന്ത്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മന്തിലും 10,000 വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 50,000 ഈസിയായിട്ട് എത്തിക്കാം. അപ്പോൾ അത് അത്ര വലിയ എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 50,000 എന്ന് പറയുന്നത് നല്ലൊരു ടാർഗറ്റ് തന്നെയാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജോയിനിങ് ഫീസാണ്. അതായത് 450 രൂപ GST ആണ്. അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇതിനോട് വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് 2000 പോയിന്റ്സ് നമുക്ക് റിവാർഡ് പോയിന്റ്സ് നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് പക്ഷേ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമുക്ക് 1060 ദിവസത്തിനുള്ളിൽ നമ്മൾ 5000 രൂപ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ 5000 രൂപ എന്ന് പറയുന്നത് അത്ര വലിയ എമൗണ്ട് അല്ല. അപ്പോൾ നമുക്ക് 5000 രൂപ നമുക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 പോയിന്റ്സ് കിട്ടുന്നു. 2000 പോയിന്റ്സ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 500 ആയിട്ട് തന്നെ വരും. അതായത് നമുക്ക് ഓരോ പോയിന്റും 0.25 പൈസയാണ്. അപ്പോൾ 500 ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതൊരു ഫ്രീ കാർഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആക്ച്വലി നല്ലൊരു ഉപയോഗമുള്ളൊരു കാർഡാണെങ്കിൽ കേട്ടോ. അതായത് നമ്മൾ അത്യാവശ്യം നല്ല കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ആക്ച്വലി ഇതൊരു ബെസ്റ്റ് ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് തന്നെ ആക്ച്വലി വേണമെങ്കിൽ പറയാം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോയി അതിൻ്റെ റിവാർഡ് സിസ്റ്റം അതിൻ്റെ കാര്യങ്ങളൊക്കെ പോയി. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടാകും. ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. നിങ്ങൾ URL ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിൻ്റെ റിവാർഡ് പോയിന്റ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഫ്യൂൽ ബെനിഫിറ്റ്സിൻ്റെ കാര്യം പറയാം. നമുക്ക് 5% സേവിങ്സ് ആക്ച്വലി ഇതിനുകൊണ്ട് എടുക്കാൻ പറ്റുന്നതാണ് ആക്ച്വലി കമ്പനി പറയുന്നത്. അതായത് നമുക്ക് 150 രൂപ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 24 റിവാർഡ് പോയിന്റ്സ് ആണ് നമ്മൾ ഫ്യൂൽ പർപ്പസിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അതായത് നമുക്ക് ഫ്യൂൽ അടിക്കാനോ അല്ലെങ്കിൽ പെട്രോൾ അതായത് ഗ്യാസ് ബുക്കിംഗ് അതിനൊക്കെ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. 24 റിവാർഡ് പോയിന്റ്സ് ആണ് 150. അപ്പോൾ 150 രൂപീസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇത് നമുക്ക് ആക്ച്വലി HPCLൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റും അല്ലെങ്കിൽ HP പേ ആപ്പിലും നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക 150 രൂപ സ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ. അതായത് അത് യൂട്ടിലിറ്റി ആപ്സിൽ, ബിൽ പേയ്മെൻറ്റിൽ, ഗ്രോസറീസിൽ ഇതിലൊക്കെ നമുക്ക് ആക്ച്വലി 10 പോയിന്റ്സ് കിട്ടും. ബാക്കി എല്ലാത്തിലും നമുക്ക് 1% നമുക്ക് 5 എന്താ പറയുക പോയിന്റ്സ് എന്തായിരുന്നു 2 റിവാർഡ് പോയിന്റ്സ് ആണ് ബാക്കി എല്ലാത്തിനും കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ലോഞ്ചസസ് കിട്ടുന്നുണ്ട്. അതായത് ഇയർലി നമുക്ക് 4 കോംപ്ലിമെൻ്ററി ലോഞ്ചസസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു റൂപേ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞോട്ടെ നമ്മുടെ ഇന്ത്യയുടെ റൂപേ പേയ്മെൻറ്റ് മെത്തേഡാണ് ആക്ച്വലി ഇവർ എടുത്തേക്കുന്നത്. മാസ്റ്റർ കാർഡോ വിസയോ അല്ല കേട്ടോ. അപ്പോൾ റൂപേ കാർഡാണ് അത് ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് റൂപേ കാർഡിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ RBI തന്നെ നമ്മുടെ UPI പേയ്മെൻറ്റ്സിന് റൂപേ കാർഡാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാർഡ് കൊണ്ട് ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് UPI പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അതിനൊരു പ്ലസ് പോയിൻ്റും ഉണ്ട്. പിന്നെ നമുക്ക് Paytm മൂവീസിൽ 25% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അത് മാസത്തിൽ 2 എണ്ണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ 2 ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിൽ 25% നമുക്ക് ഓഫർ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഫ്യൂൽ ചാർജ് വേവ് ഓഫ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആയിരിക്കും 1% ഫ്യൂൽ ചാർജ് വേവ് ഓഫ് ഉണ്ട്. പക്ഷേ അതിനൊരു ക്യാപ്പിംഗ് ഉണ്ട്. മന്ത്ലി 100 രൂപയാണ് വരുന്നത് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിവാർഡ് പോയിന്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആവും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക്. നമുക്ക് പിന്നെ റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്യാൻ എക്സ്ട്രാ കാശോ കാര്യങ്ങളൊന്നുമില്ല. അതൊരു നല്ലൊരു പോയിന്റ് തന്നെയാണ്. എൻ്റെ ആക്ച്വലി BOBയുടെ സ്നാപ്ഡീലിൻ്റെ കാർഡാണുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ ഇടുന്നുണ്ട്. അതിലും ഇതേ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ BOBയുടെ റിവാർഡ് പോയിന്റ് സിസ്റ്റം നല്ലൊരു പരിപാടി തന്നെയാണ്. വെച്ചാൽ നമുക്ക് അതിന് യൂസ് ചെയ്യാനുള്ള റിവാർഡ് പോയിന്റിൻ്റെ റിഡപ്ഷൻ ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതും നല്ല പോയിന്റ് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂൽ ചാർജിന് വേവ് ഓഫ് മീൻ ക്യാപ്പിംഗ് വരുന്നുണ്ട്.
Hpcl ആപ്പിന് പറയുകയാണെങ്കിൽ നമുക്ക് ജോയിൻ 50 നമുക്ക് ഇത് കിട്ടിയിട്ട് നമ്മൾ Hpcl ആപ്പ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 രൂപ ക്യാഷ് ബാക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷന് കിട്ടും. അത് മിനിമം ട്രാൻസാക്ഷൻ 1000 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്കിതിൽ 3 ലൈഫ് ടൈം ഫ്രീ ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡ് വരെ നമുക്ക് കിട്ടുന്നതാണ്. അതായത് 18 എബോവ് ഉള്ളവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ലിമിറ്റിൽ നിന്ന് ഷെയർ ചെയ്ത് നമുക്ക് ഫ്രീ ആഡ് ഓൺ കൊടുക്കാട്ടോ. പിന്നെ നമുക്ക് ഫീസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ഏജ് ലിമിറ്റ് വരുമ്പോൾ 21 to 60 ആണ്. ഇൻകമിൻ്റെ കാര്യം പറയുമ്പോൾ 30,000 ആണ് മിനിമം പറയുന്നത്. പക്ഷേ BOB ക്രെഡിറ്റ് കാർഡ് നോർമലി ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രിക്റ്റ് അല്ല. എന്ന് വെച്ചാൽ നോർമലി ഒരു 50% ആൾക്കാർക്കും ഈ എലിജിബിലിറ്റി ഇല്ലെങ്കിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ വരുന്ന ഒരു കാർഡുകളാണ് BOB ക്രെഡിറ്റ് കാർഡുകൾ. അപ്പോൾ എൻ്റെ തന്നെ അവരെ ആകെയുള്ള ഒരു നെഗറ്റീവ് ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓൾറെഡി സ്നാപ്ഡീലിൻ്റെ BOB ക്രെഡിറ്റ് കാർഡിൻ്റെ റീസെൻ്റ്ലി നമ്മുടെ ഇപ്പോൾ അത് എനിക്ക് ആൾമോസ്റ്റ് ഒരു 1 month ആയിട്ടുള്ള ഇറങ്ങിയിട്ട് ഞാൻ അപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് BOB ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ ഇത് ഓൾറെഡി BOB ക്രെഡിറ്റ് കാർഡിലുള്ളവർക്ക് നമുക്ക് ആക്ച്വലി Hpcl ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഒന്നും വേണ്ട ഡോക്യുമെൻറ്റും കാര്യങ്ങളുള്ളൂ. അത് നമ്മൾ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ആക്ച്വലി അതിൻ്റെ എന്താ പറയുക, നമുക്ക് ഇവർ കമ്പനി ഒക്കെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് ഇയർലി 12,000 rupees ലാഭിക്കാമെന്നാണ് ആക്ച്വലി ഇവരുടെ ഒരു വാഗ്ദാനം കേട്ടോ. അതായത് നമ്മുടെ ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഫ്യൂവലിൽ കേട്ടോ. ഒരു ഗ്രീൻ കളർ കാർഡാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി റുപ്പിയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ കോണിലേക്ക് പോവാം. കോണിൻ്റെ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ BOB കാർഡുകളുടെ അതായത് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ കാർഡ് സെക്ഷൻ്റെ അല്ലെങ്കിൽ BOB ഫൈനാൻഷ്യലിൻ്റെ ഏറ്റവും ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു കസ്റ്റമർ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ SBIയോ അല്ലെങ്കിൽ HDFCയോ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ലോ അല്ല. എന്നാലും ഒരു ഇവരെ ഏറ്റവും കുഴപ്പമുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഭയങ്കര ടൈം എടുക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ കാർഡ് കിട്ടാനായിക്കോട്ടെ, കാർഡ് അപ്രൂവലായിട്ട് കാർഡ് കയ്യിൽ കിട്ടാനായിക്കോട്ടെ, എല്ലാത്തിനും നല്ല ടൈം എടുക്കും. അപ്പോൾ അതാണ് അവരൊരു പ്ലസ് പോയിന്റ്. പക്ഷേ സംഭവം സോൾവ് ചെയ്ത് തരാറുണ്ട്. പക്ഷേ ഇവരുടെ അടുത്ത് നിന്ന് റിപ്ലൈ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതാണ് ആക്ച്വലി ഒരു മെയിൻ പ്രോബ്ലം. അത് ആക്ച്വലി ഇവർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും BOB കാർഡുകൾ ശരിക്കും നല്ല എന്താ പറയുക റാങ്കിങ്ങിൽ എത്തിട്ട്, അതായത് നല്ല റിവാർഡ് പോയിന്റ് സിസ്റ്റവും നല്ല കാശ് കുറഞ്ഞിട്ടും ഒക്കെ തരുന്ന ഒരു കാർഡിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ ആക്ച്വലി വരുന്ന ഒരു കാർഡാണ് ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡുകൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു BOB ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ മിനിമം 6 മാസം പഴക്കമുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവരുടെ BOBയുടെ നെറ്റ് ബാങ്കിങ്ങിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഈ കാർഡ് ഷെയർഡ് കാർഡ് എടുക്കാൻ പറ്റും. അതും ഡോക്യുമെൻ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് അവിടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങളുടെ ജസ്റ്റ് അവരുടെ നമ്മുടെ BOB ഫൈനാൻഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ സൈറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒരു സംഭവം വന്നിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ട്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാ 6 മാസമായുള്ള ക്രെഡിറ്റ് കാർഡുകൾ എല്ലാവർക്കും മുകളിലുള്ളവർക്കും ഇത് വരാറുണ്ട്. Hpclൻ്റെ കാർഡ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ലിമിറ്റൊക്കെ നിങ്ങൾ ഓൾറെഡി ഉള്ള ക്രെഡിറ്റ് കാർഡിനുള്ള ലിമിറ്റ് ഷെയർഡ് ആയിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആക്ച്വലി നല്ലൊരു ക്രെഡിറ്റ് കാർഡ് ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ICC ബാങ്കിൻ്റെയും HDFCയുടെ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു വാല്യൂ ഫോർ മണി വെച്ച് നോക്കുമ്പോൾ നല്ല ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ഇതിൻ്റെ പോയിന്റ് റിവാർഡ് സിസ്റ്റം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ തമ്പനയിൽ അങ്ങനെ വെക്കാനും കാരണം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ എന്താ പറയുക അപ്ലൈ ചെയ്യുന്ന ലിങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് BOB ഫൈനാൻഷ്യലിൻ്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. വേണമെങ്കിൽ ഞാൻ ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കട്ടെ താഴെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.